1990 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 36 വർഷം മുമ്പ് ആൻഡ്രൂസ് സാൽവദൂർ സാൽവെ എന്ന് പറയുന്ന ഒരു സായിപ്പ്, നല്ല പൊക്കമുള്ള 7 അടി 8 അടി പൊക്കമുള്ള ഒരു സായിപ്പ്, അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ ജട്ടിയിൽ കുറച്ച് 61 ഗ്രാം ഹഷിഷ് ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ ഗഞ്ചാവ് ഉണ്ടായിരുന്നു. ഈ കേസ് അദ്ദേഹത്തെ പിടിക്കുന്നു, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു. വഞ്ചിയൂർ പോലീസാണ് കേസെടുക്കുന്നത്. പിന്നെ എന്താണ് വഞ്ചിയൂർ പോലീസ്, പിന്നെ നമ്മുടെ തീരപ്രദേശത്തുള്ള വലിയതുറ പോലീസാണ് കേസെടുക്കുന്നത്. അവസാനം വഞ്ചിയൂർ കോടതി കൊണ്ടുവരുന്നു. സെൽവിൻ വിൽഫ്രഡ് എന്ന് പറയുന്ന വക്കീലാണെന്ന് ഇവർക്ക് വേണ്ടി അത് നമ്മുടെ സായിപ്പിന് വേണ്ടി ഹാജരായത്. ജൂനിയർ ആയിട്ടുള്ളത് ആന്റണി രാജു എന്ന് പറയുന്ന നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് സാറിൻ്റെ വലിയ നേതാവായിരുന്ന, ഇപ്പോൾ പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയൊക്കെ ആയിരുന്ന, 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഗണേഷിന് വേണ്ടി ട്രാൻസ്പോർട്ട് വകുപ്പ് ഒഴിഞ്ഞുകൊടുത്ത, തിരുവനന്തപുരം നേരത്തെ നോർത്ത് ആയിരുന്നപ്പോഴും നേരത്തെ ഈസ്റ്റ് ആയിരുന്നപ്പോഴും ഇപ്പോൾ സെൻട്രൽ ആയതിനു ശേഷമുള്ള MLA ആണ് ആന്റണി രാജു. വളരെ വലിയ നേതാവാണ്. ഇടതുപക്ഷത്തിലുള്ള ഒരു തീരദേശത്തുള്ള ആളുകളുടെ ഒരു മുഖമാണ് അദ്ദേഹം. ക്രിസ്ത്യനാണ്. അങ്ങനെ കേരള കോൺഗ്രസിൻ്റെ ഒരു ബാല് എന്നുള്ള അർത്ഥത്തിൽ ഒരു പീസ് ഓഫ് കേരള കോൺഗ്രസ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് LDFൽ വലിയ സ്ഥാനവുമുണ്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടായി. 10 വർഷവും കഠിന തടവും കുറേ തുകയ്ക്കും ശിക്ഷിച്ചു. അതിനെതിരെ അന്ന് SH ഒരു തിരുവനന്തപുരം SH ജയമോഹനാണ് ഈ കേസ് അന്വേഷിച്ചത്. ജയമോഹൻ പിന്നെ കൊല്ലത്ത് SI ആയിട്ടൊക്കെ പോയി. അപ്പോൾ ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ 10 വർഷം ഇങ്ങനെ വിധിച്ചപ്പോൾ ഹൈക്കോടതിയിലേക്ക് കേസ് പോയി. ഹൈക്കോടതി കേസ് ചെന്നപ്പോൾ അവിടെ ജോസ് എന്ന് പറയുന്ന ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു, ബെഞ്ച് ക്ലർക്കോ മറ്റോ ആണ്. അപ്പോൾ അദ്ദേഹം തൊണ്ടി മുതലുകൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് വാങ്ങിച്ച് അദ്ദേഹം സൂക്ഷിക്കും, ലോക്കറിൽ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ച ലോക്കറിൽ നിന്ന് ഈ ആന്റണി രാജും ജോസും കൂടി രാത്രി ലോക്കർ തുറന്ന് ലോക്കറിൽ നിന്ന് ജട്ടി എടുത്ത് ജട്ടി കട്ട് ചെയ്ത് ആന്റണി രാജു കൊണ്ടുപോയി അത് കത്തിരി വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ റീസ്റ്റിച്ച് ചെയ്ത് അവിടെ കൊണ്ടുവച്ചു. പത്മനാഭൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോടതിയിൽ കേസ് വന്നപ്പോൾ ഈ ജട്ടി ഇട്ട് നോക്കണമല്ലോ. അങ്ങനെയാണല്ലോ കോടതിയിൽ പണ്ട് ഉണ്ട വിഴുങ്ങിയിട്ട് മള്ളൂരാൻ വക്കീൽ ഉണ്ട വിഴുങ്ങി വെടിയുണ്ട വിഴുങ്ങി കേസ് എവിടെ തെളിവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വെടിയുണ്ടായിരുന്നു. വെടിയുണ്ട എടുത്ത് കോടതിയിൽ വച്ച സമയത്ത് അതെടുത്ത് വിഴുങ്ങിയിട്ട് ചോദിച്ചു എവിടെ വെടിയുണ്ടെന്ന് ചോദിച്ച കഥയുണ്ട്. അങ്ങനെ നല്ല രസകരമായ കഥകളുണ്ട്. അപ്പോൾ ഈ ജട്ടി ഇട്ട് നോക്കിയപ്പോൾ സായിപ്പിന് ഫിറ്റ് ആവുന്നില്ല. ആ കാര്യം പറഞ്ഞുകൊണ്ട് സായിപ്പിനെ വെറുതെ വിട്ടു. സായിപ്പ് അങ്ങ് ആസ്ട്രേലിയയിൽ പോവുകയും ചെയ്തു. എന്നാൽ ഈ ജയമോഹൻ എന്ത് ചെയ്തില്ല, ഈ വിഷയം വിട്ടില്ല. ജയമോഹൻ SI ആയിട്ട് നിന്നപ്പോഴാണ് സെൻകുമാർ സൗത്ത് IG ആയിട്ട് വരുന്നു. സെൻകുമാറുമായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നു. സെൻകുമാർ പറയുന്നു ഇത് കേസ് കൊടുക്കാൻ പറഞ്ഞ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയിട്ട് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിലേക്ക് വരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് കേസ് വീണ്ടും അന്വേഷിക്കാനായിട്ട് വിജിലൻസുകാരോട് അന്വേഷിക്കാൻ പറയുന്നു. ആ കേസ് അന്വേഷിക്കാൻ പറയുമ്പോഴാണ് പിന്നെ നമ്മുടെ പ്രഭ എന്ന് പറയുന്നൊരു CI ആണ് അത് അന്വേഷിച്ചത്. ഇത് ഒരു വശത്ത് നടക്കുമ്പോഴാണ് അയ്യപ്പനോ ആന്റണി രാജു വിശ്വസിക്കുന്ന ദൈവങ്ങളോ ഇറങ്ങി പ്രവർത്തിച്ചത്. കാരണം ഇതിനകത്തൊരു ചതി ഉണ്ടല്ലോ. കാരണം ഈ പോയ ആൽഫ്രഡ് സാൽവെ എന്ന് പറയുന്ന ആള് ആസ്ട്രേലിയയിൽ പോയി ഒരു കൊലക്കേസ് എന്തോ ചെയ്തു, അവിടെ ജയിലിൽ പിടിച്ചിട്ടു. അപ്പോൾ അദ്ദേഹം സഹതടവുകാരനോട് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നിന്നൊരു അണ്ടിക്കേസ് ഈ ജട്ടി കേസ് റെഡിയായിട്ട് വന്ന ആളാന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹത്തിന് അവിടെ വെച്ച് ഉടനെ തന്നെ അത് അദ്ദേഹം സഹതടവുകാരൻ അവിടുത്തെ ജയിലറോട് പറയുന്നു. ജയിലർ പോലീസിനോട് പറയുന്നു. പോലീസ് ഇന്റർപോളിനെ അറിയിക്കുന്നു. ഇന്റർപോൾ CBI അറിയിക്കുന്നു. ഇന്ത്യൻ CBI അറിയിക്കുന്നു. CBI ഉടനെ തന്നെ അത് തിരുവനന്തപുരത്ത് അറിയിക്കുന്നു. അങ്ങനെ വീണ്ടും കേസ് പൊങ്ങി വന്നു. ഇതിനിടയിൽ അനിൽ മാനുവൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകനും ഇത് നന്നായി കൊണ്ടുപോയി. ഇത് വല്ലാത്ത രൂപത്തിൽ പിടിച്ചുകൊണ്ടുപോയി. കേസ് ഒരുപാട് വാർത്തകളൊക്കെ ചെയ്തു. അവസാനം അദ്ദേഹത്തിന് ആ മാധ്യമത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അങ്ങനെയാണല്ലോ കേരളത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായി ചെയ്താൽ പിന്നെ അവൻ രക്തസാക്ഷിയാവുമല്ലോ. അവസാനം അയാളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നു. എന്തായാലും അത് വീണ്ടും കേസ് വന്നു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നോക്കാൻ പറഞ്ഞു. 8 വർഷം സെഷൻസ് കോടതിയിൽ കേസ് കിടന്നിട്ട് ഒന്നും ആയില്ല. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുത്തു. അവിടെ ഇപ്പോൾ കേസ് വിധി വന്നിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കുറ്റം എന്താണ്, അല്ലെങ്കിൽ ശിക്ഷ വന്നിട്ടില്ല, അതിന് 2:45 അറിയാൻ പറ്റത്തുള്ളൂ. വിധി വന്നിരിക്കുകയാണ്. വിധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷം വരെ ശിക്ഷ വിധിക്കാൻ കഴിയൂ. പക്ഷേ 14 വർഷം വരെ തടവ് കിട്ടാവുന്ന, ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ചെയ്തിരിക്കുന്നത് ഈ ആന്റണി രാജുവും ജോസും. 1-ാം പ്രതി ജോസും 2-ാം പ്രതി ആന്റണി രാജു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നെടുമങ്ങാട് കോടതിക്ക് ഇത് വിധി പറയാൻ അവകാശമില്ല, അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അവിടെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം CGM കോടതിയിലേക്ക് റെഫർ ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് 2:45 അറിയാം. തിരുവനന്തപുരം CGM കോടതിയിലേക്ക് റെഫർ ചെയ്താൽ ഒന്നുകിൽ 3 വർഷം വരെ വിധി വരും നെടുമങ്ങാട്, അല്ലെങ്കിൽ CGM കോടതിയിലേക്ക് റെഫർ ചെയ്യും. റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വിധി വരും. വിധി വന്നു കഴിഞ്ഞാൽ ആന്റണി രാജു ജയിലിലേക്ക് പോകും. 2 വർഷത്തിൽ കൂടുതലാണെങ്കിൽ അദ്ദേഹത്തിന് MLA സ്ഥാനവും പോകും. അത് കഴിയുമ്പോൾ കൃഷ്ണകുമാറിൻ്റെ സമയം കൊള്ളാമെന്നാണ് തോന്നുന്നത്. മോളക്കടയിൽ മോഷണമൊക്കെ നടന്നു, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കൃഷ്ണകുമാർ വന്നപ്പോൾ കൃഷ്ണകുമാറിൻ്റെ സമയം കൊള്ളാൻ തോന്നുന്നു. കാരണം ശിവകുമാറിൻ്റെ സമയം മോശമായി നിൽക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ വസന്തകാലമാണ്. നേമം വട്ടിയൂർക്കാവ്
കഴക്കൂട്ടമെല്ലാം BJP ജയിക്കും എന്നുള്ള ഒരു ആവേശം തിരുവനന്തപുരത്ത് കിടക്കുന്നു. ആ ആവേശത്തിൽ തിരുവനന്തപുരം സെൻട്രൽ കൂടി കയറുമോ? കാരണം ഇനിയിപ്പോൾ ആന്റണി രാജു മത്സരിക്കാനില്ല. ശിക്ഷ എന്തായാലും 2 വർഷമായാലും 3 വർഷമായാലും 14 വർഷമായാലും ശിക്ഷ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ആന്റണി രാജുവിൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വലിയൊരു അപകടമാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത്.